ഈ വൈഗ 2026 ഞങ്ങൾ പൊതുവായി ഒരു കാര്യം ചെയ്യുന്നത് ഒരു കർഷക പാർലമെൻറ്റ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ കർഷക പാർലമെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഓരോ കർഷക പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കർഷക പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ കാർഷിക രംഗം നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളും പ്രാദേശിക തലത്തിൽ കർഷകർ അനുഭവിക്കുന്ന വെല്ലുവിളികളും നേരിട്ട് അവതരിപ്പിക്കുന്ന ഒരു വേദിയായിരിക്കും കർഷക പാർലമെൻറ്റ്. കർഷകർക്ക് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനുഭവങ്ങളും എന്നിവയെല്ലാം ഈ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാം മുന്നിൽ അവതരിപ്പിക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും കഴിയും. ചിലതെല്ലാം ഉടനടി പരിഹാരം കാണേണ്ട ഒന്നായിരിക്കും. ഞങ്ങൾ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കൃഷി ദർശൻ എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസം ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും കർഷകരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും കൃഷിയിടങ്ങളിൽ തന്നെയുള്ള മീറ്റിങ്ങുകൾ കൂടി ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയും ചെയ്തു. എന്താ ഇതിൻ്റെ പ്രയോജനം എന്ന് ചോദിച്ചാൽ 12ഓളം സർക്കാർ ഉത്തരവുകൾ അതിൻ്റെ ഭാഗമായി കൃഷിയിടങ്ങളിൽ വെച്ച് ഇറങ്ങുന്ന തരത്തിലേക്ക് എത്തി. എല്ലാവരും കൂടി പോയത് ഒരു ഉത്തരവ് ഇറക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇറക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം ഇറങ്ങിക്കൊണ്ടിരുന്ന ജിയോ എന്ന് നമ്മൾ പറയുന്ന സർക്കാർ ഉത്തരവ് കൃഷിയിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചത്. അതിനൊരു അടുത്ത പടിയായിട്ടാണ് ഞങ്ങൾ ഈ കർഷക പാർലമെൻറ്റിനെ കാണുന്നത്. ഓരോ വിളകൾ, ഓരോ കൃഷി രീതികൾ, ഓരോ മേഖല, നമ്മുടെ അഗ്രോ എക്കോളജിക്കൽ സോണുകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് 140 കർഷക പ്രതിനിധികൾ, അതിനകത്ത് അവാർഡ് വാങ്ങിയ കർഷക പ്രതിനിധികൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു വനിതകൾക്ക് ആ തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്ന എല്ലാ പ്രാതിനിധ്യങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നല്ലവണ്ണം വനിതാ പങ്കാളിത്തവും പ്രാതിനിധ്യവും അത് ഉറപ്പാക്കണം എന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിൻ്റെ ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഇതേറെ ഏറ്റവും പ്രയോജനകരമായി തീരുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ടെക്നോ പാർക്കിലെ ട്രാവൻകൂർ ഹാളിലാണ് ഫെബ്രുവരി 16 രാവിലെ 9 മണി മുതൽ കർഷക പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. കർഷക സമൂഹത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റെ സംവിധാനത്തിൻ്റെയും ഇടയിൽ ഫലപ്രദമായൊരു സംവാദത്തിന് വഴിയൊരുക്കേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് നടാടെ ഇത്തരമൊരു കർഷക പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഇതെല്ലാമാണ് വൈഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കർഷകർ ഓരോ ജില്ലകളുടെ സ്റ്റാളുകളുണ്ടാവും. ആ ജില്ലകളിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കേരള അഗ്രോ ബിസിനസ് കമ്പനി മുൻകൈയെടുത്ത് ഈ പരിപാടികളെല്ലാം തയ്യാറാക്കുന്നു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. കാപ്കോ കേരളത്തിൻ്റെ ആദ്യ അനുഭവമാണ്, ഇന്ത്യയുടെയും ആദ്യ അനുഭവമാണ്. സിയാൽ മോഡലിൽ നമ്മളൊരു കമ്പനിക്ക് രൂപം കൊടുത്തതാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി. ആനയറയിലാണ് അതിൻ്റെ ഒരു വലിയ എക്സിബിഷൻ സെൻറ്റർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതേ ആനയറയിൽ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വൈഗ സംഘടിപ്പിച്ചത്. കൃഷി വകുപ്പിൻ്റെ സ്വന്തമായിട്ടാണ് ഒരു സ്ഥിരം സംവിധാനമായി മാറേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വൈഗയെ മാറ്റുന്നത്. എല്ലാവരുടെയും പിന്തുണയും പിൻബലവും അതിനെല്ലാം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ കേരള ഗ്രോ എന്നൊരു ബ്രാൻഡ് നെയിം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഞങ്ങൾ എടുക്കുകയുണ്ടായി. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ആക്ട് അനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയത്. അതിന്ന് കേരളത്തിലെ 1000-ലധികം ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഒരു കൃഷിഭവൻ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് കണക്ക് കൂട്ടി ഇപ്പോൾ 2000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്. 1000-ഓളം ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. കേരള ഗ്രോ ഗ്രീനും, കേരള ഗ്രോ ഓർഗാനിക്കും, സാധാരണ കേരള ഗ്രോ എന്നുള്ള ഒരു നാടൻ സാധാരണ ഉൽപ്പന്നങ്ങളും, ഇങ്ങനെ 3 ഇനങ്ങളിലായി കേരള ഗ്രോയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങളത് എത്തിച്ചു. അതുകൊണ്ട് മാത്രം കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇത് മാത്രമായി വിൽക്കുന്ന സ്റ്റാളുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇത് 15 ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ട്. ഈ സ്റ്റാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരള ഗ്രോയുടെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളായിരിക്കും. ഇതെല്ലാം സംസ്ഥാനത്തെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ പേരെല്ലാം കൊടുത്തിരിക്കുന്നത്. അപൂർവമായി ചിലതെല്ലാം ഞങ്ങളുടെ ഫാമുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുമുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷവും കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സ്റ്റാളുകളിലുണ്ടാവും. ഈ ഉൽപ്പന്നങ്ങൾ ഒക്കെ തന്നെയും നമുക്ക് പുറമേക്ക് കയറ്റി അയക്കാൻ ഉൾപ്പെടെയുള്ള അതിലേക്ക് എത്തും. അതിനുള്ള സാധ്യതകൾ ഞങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ളവ രാജ്യത്തിന് പുറത്തേക്ക് കയറ്റി അയക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ നേട്ടമുണ്ട്. ഇതൊക്കെയാണ് വൈഗയുടെ ഭാഗമായി നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത്.